ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ കർത്താവ് യേശു മിശിഹ പീഡകൾ സഹിച്ച് മരിച്ചതിനെ അനുസ്മരിക്കുന്ന ദിനമാണെന്ന്. ഏറെ പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടി ഈ ദിവസത്തിൽ നാം പ്രവേശിക്കുകയാണ്. പ്രകാശമുള്ള ക്രിസ്തുവിനെ കാണാൻ അന്ധകാരത്തിലുള്ള മനുഷ്യർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ ക്രിസ്തുവിനെ പിടിക്കാനായി പന്തവുമായി വന്നു. ഇത്രത്തോളം ക്രിസ്തു മരണത്തെ ധൈര്യപൂർവ്വം നേരിട്ട സമയത്താണ് പത്രോസ് ഉറയിലെ വാളെടുത്ത് ഒരു സേവകൻ്റെ ചെവി ഛേദിച്ച് കളഞ്ഞത്. ക്രിസ്തു വല്ലാണ്ട് പിടഞ്ഞു പോകുന്നുണ്ട്. കാരണം കഴിഞ്ഞ 3 വർഷക്കാലം സ്നേഹത്തിൻ്റെയും കരുണയുടെയും പാഠം പഠിപ്പിച്ച പൊന്നു തമ്പുരാൻ തൻ്റെ പ്രിയ ശിഷ്യൻ്റെ അരയിൽ ഒരു വാളുള്ള കാര്യം അറിയാതെ പോയി. എല്ലാ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പാഠം പഠിപ്പിക്കുമ്പോഴും പത്രോസിൻ്റെ പുറകിൽ ക്രിസ്തു അറിയാത്ത ഒരു വാളുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തു ശിഷ്യന് ഒരിക്കലും നിരക്കാത്ത ഒന്നാണ് ക്രിസ്തു അറിയാതെ സൂക്ഷിക്കുന്ന ഓരോ കാര്യങ്ങളും. അത് ക്രിസ്തുവിന് ചേരുന്നതല്ല. ഒരു സഹനങ്ങളും ക്രിസ്തു ഈ ഭൂമിയിൽ മാറ്റിവെച്ചിട്ടില്ല. എല്ലാ സഹനങ്ങളെയും സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കുരിശുമരണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ സഹനങ്ങളുടെ മുമ്പിലും സന്തോഷത്തോടെ സ്വീകരിച്ച, വേദനകളെ ആനന്ദത്തോടെ പങ്കുചേർന്ന ദൈവപുത്രൻ്റെ ജീവിത രഹസ്യമാണ്. ആ ജീവിത രഹസ്യത്തിൽ ഇന്ന് നാം പങ്കുചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുമുണ്ടാകുന്ന എല്ലാ വേദനകൾക്കും സങ്കടങ്ങൾക്കുമിടയിൽ ഒരു കുരിശുമരണം സാധ്യമാണെന്നും അതിന് ഒരു 3 ദിവസത്തെ കാത്തിരിപ്പിന് വേണ്ടി ഒരുക്കമാണെന്നുമെന്ന് ചിന്ത ഉണ്ടാകട്ടെ.